Hi, I am Vijayalakshmi. Welcome to our YouTube channel R4V Garden. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇഞ്ചി കൃഷിയെ കുറിച്ചുള്ളതാണ്. വളരെ എളുപ്പത്തിൽ ഗ്രോ ബാഗിൽ ഇഞ്ചി വീട്ടിൽ എങ്ങനെ വിളയിച്ചെടുക്കാം എന്നതിനെ കുറിച്ചുള്ളതാണ്. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കാണാനായി ശ്രമിക്കുക. ഇഞ്ചി കൃഷി ചെയ്യുന്നതിലേക്ക് ആദ്യം തന്നെ നമുക്ക് മണ്ണൊരുക്കാവുന്നതാണ്. കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ അല്പം മരപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കൂടെ ചാണകപ്പൊടിയും, ചാരം, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇവയും കൂടി ഇതിലോട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. നടാൻ ഉദ്ദേശിക്കുന്ന ഗ്രോ ബാഗിൽ നിറയെ ഹോൾസ് എല്ലാം ഉണ്ടാകുന്ന ഉറപ്പുവരുത്തുക. അതിനുശേഷം നമുക്ക് അതിലോട്ട് കരിയില നിറയ്ക്കാവുന്നതാണ്. നിറച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടി മിക്സ് അതിലോട്ട് നിറയ്ക്കാവുന്നതാണ്. കരിയിലകൾ നിറയ്ക്കുന്നതിലൂടെ ഗ്രോ ബാഗിൻ്റെ വെയിറ്റും കുറഞ്ഞിരിക്കും. കൂടാതെ തന്നെ ഈ കരിയിലകളെല്ലാം അഴുകി ചേർന്ന് ചെടിക്കൊരു വളമായി മാറുന്നതുമാണ്. ഇനി നമുക്ക് നടാൻ എടുക്കുന്ന വിത്ത് ഇഞ്ചി നമുക്ക് സ്യൂഡോമോണസ് ലാനിൽ ഒരു അരമണിക്കൂർ മുക്കി വെക്കാവുന്നതാണ്. സ്യൂഡോമോണസ് ലാനിൽ മുക്കി വെക്കുന്നതിലൂടെ ചെടിക്ക് നല്ല രോഗപ്രതിരോധ ശേഷി കൈവരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം തണലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ഗ്രോ ബാഗിലോട്ട് നടാവുന്നതാണ്. ഇതെനിക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ ഇഞ്ചി വിത്തുകളാണ്. ഇപ്പോൾ ഇഞ്ചി വിത്ത് കൈവശമില്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ഇഞ്ചി ഉപയോഗിച്ചാൽ മതി. തൊലിയൊന്നും പോകാത്ത നല്ല വലിപ്പമുള്ള ഇഞ്ചികൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. അത് കുറച്ച് ദിവസം വീട്ടിനുള്ളിൽ വെച്ചേക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് മുളയെല്ലാം പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് മണ്ണിലേക്ക് നടാവുന്നതാണ്. ഇഞ്ചി നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പൊതയിൽ കൊടുക്കാവുന്നതാണ് കരിയിലകൾ കൊണ്ട്. പൊതയിൽ കൊടുക്കുന്നതിലൂടെ ചൂടിൽ നിന്നും ഇഞ്ചി വിത്തെല്ലാം തന്നെ അഴുകി പോകുന്നത് തടയാനായിട്ട് സാധിക്കും. കൂടാതെ മണ്ണിന് നല്ല ഈർപ്പം നിലനിർത്താനും ചെടിക്കൊരു വളവുമാണിത്. ഇഞ്ചി വളർന്നു വരുമ്പോൾ അതിനെ ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് മൂട് ചീയൽ എന്ന് പറയുന്നത്. അത് പരിഹരിക്കാനായി നമുക്ക് 10 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു 2 മാസം പ്രായമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് അടുപ്പിച്ചൊരു 3 ആഴ്ച ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ 1 ദിവസം എന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. 10 ഗ്രാം എന്ന് പറയുന്നത് ഒരു തീപ്പെട്ടി കൂടിൻ്റെ പകുതിയിൽ കൊള്ളാവുന്ന അത്രയുമാണ്. ഇഞ്ചി ചെടി വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് തന്നെ നിറയെ കണ്ണുകളൊക്കെ പൊട്ടി തന്നെ നമുക്കൊരു ബുഷ് പോലെയല്ല ഇഞ്ചി ആവുന്നതാണ്. അപ്പോൾ മീതിയിലാണ് ഇഞ്ചി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചാണകപ്പൊടിയും മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്, കവർ ചെയ്ത്. കൂടാതെ നമുക്ക് ഇടയ്ക്ക് ചാരവും കമ്പോസ്റ്റും ഒക്കെ ഇട്ട് കൊടുക്കാവുന്ന നമ്മുടെ കയ്യിലുള്ള വളം എന്താണോ അതിട്ട് കൊടുക്കാവുന്നതാണ്. ചാണകപ്പൊടി, ചാരം, ചവർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി എന്ന് പറയുന്നത്. നമ്മൾ വളപ്രയോഗം ചെയ്യുന്നതിന് മുമ്പ് ഇഞ്ചിയുടെ ചുവട് ഇങ്ങനെ ഒരു കമ്പ് വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. മണ്ണൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന വളം ചെടിയുടെ ചുവട്ടിൽ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതങ്ങ് ഒഴുകി പോവുകയേ ചെയ്യത്തുള്ളൂ. അപ്പോൾ പച്ച ചാണകം പുളിപ്പിച്ചാൽ നമുക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇഞ്ചി നല്ല കരുത്തോടുകൂടി വളരുകയും നല്ല വിളവ് കിട്ടുകയും ചെയ്യും. കൂടാതെ ഇഞ്ചിയുടെ ചുവട്ടിൽ നമുക്ക് കരിയിലകൾ കൊണ്ട് പുതയിലിട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണിൽ ഈർപ്പം നിലനിർത്താനും ചെടിക്ക് ഒരു വളമായിട്ട് ഇത് മാറുന്നതാണ്. ഇഞ്ചിക്ക് മറ്റു രോഗങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്ക് 10 ദിവസത്തിലൊരിക്കൽ സ്യൂഡോമോണസ് ലായനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ഇലകളിലും ചുവടിലും ഒക്കെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയുടെ ഇലകൾ ചുരുണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴുക്കൾ കാണും. നമ്മൾ ആ പുഴുക്കളിനെ എടുത്ത് നശിപ്പിച്ചതിന് ശേഷം ചെടിക്ക് വിവേറി ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇഞ്ചി നമുക്ക് വിളവെടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് മൊത്തം വിളവെടുത്ത് സൂക്ഷിക്കണമെന്നില്ല. ആവശ്യത്തിന് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. ബാക്കി അതിൽ നിന്ന് തന്നെ പൊടിച്ചു വരുന്നതാണ്. മഴ സമയത്ത് ഗ്രോ ബാഗിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം. വെള്ളം കെട്ടി നിന്നാൽ ചെടികളെല്ലാം തന്നെ അഴുകി പോകുന്നതാണ്. വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ഇഞ്ചി കൃഷി. അപ്പോൾ ഇതുവരെ ഇഞ്ചി കൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ കൃഷി ചെയ്തോളൂ. എല്ലാവരും ഒരു ചെടിയെങ്കിലും വീട്ടിൽ വച്ച് പിടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൃഷി സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്